KPCC പ്രസിഡൻ്റായിരുന്ന ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സംശുദ്ധമായ പൊതുജീവിതം നയിച്ച ആദർശ സമ്പന്നനായ ആദർശനിഷ്ഠയുള്ള ആ നേതാവിൻ്റെ വിയോഗം നമ്മുടെ രാഷ്ട്രീയ രംഗത്തും പൊതുജീവിതത്തിലും ഉണ്ടാക്കിയിട്ടുള്ളതും കനത്ത നഷ്ടമാണ്. തെന്നല സാർ അടിയുറച്ച ഒരു കോൺഗ്രസ് നേതാവ്, ജനാധിപത്യവാദി, മതേതര വിശ്വാസി. എന്നാൽ അതോടൊപ്പം തന്നെ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തോടൊപ്പം ജനറൽ സെക്രട്ടറി ആവാൻ അവസരം കിട്ടിയ ആളാണ് ഞാൻ. അദ്ദേഹത്തെ ഞങ്ങളുടെ സഹപ്രവർത്തകരോട് അദ്ദേഹം കാണിക്കുന്ന സ്നേഹം, സൗഹൃദം, അദ്ദേഹത്തിൻ്റെ കരുതൽ, അത് വളരെ അപൂർവമായി മാത്രം സഹപ്രവർത്തകർക്ക് ഇതുപോലെ ഒരു പ്രസിഡൻറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അത്രമാത്രം തെന്നല സാർ സൗമ്യനും ശാന്തനുമായി. അദ്ദേഹത്തെ എല്ലാവരും ഓർമ്മിക്കുന്നത് അദ്ദേഹം പാർട്ടിക്ക് നേതൃത്വം നൽകുമ്പോഴാണ് പാർട്ടി അധികാരത്തിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി വരുന്നത്. 2001 തെരഞ്ഞെടുപ്പ്. അന്ന് മുഖ്യമന്ത്രി AK ആൻ്റണി രാജിവെക്കുന്നു രാജ്ഭവനിൽ. രാജ്ഭവനിൽ നിൽക്കുന്ന ഞങ്ങളെല്ലാം അറിയുന്ന വാർത്ത, തെന്നല സാർ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നു, മറ്റൊരു പുതിയ പ്രസിഡന്റ് വരും. വാർത്ത അറിഞ്ഞ് ഞങ്ങൾ ഇന്ദിരാഭവനിൽ വരുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ബാഗും പിടിച്ച് സുസ്മേരവദനായി യാതൊരു പരിഭവമില്ലാതെ KPC ഇന്ദിരാഭവൻ്റെ പടിയിറങ്ങുന്ന തെന്നല സാറിനെയാണ് ഞങ്ങൾ കണ്ടത്. അത് അപൂർവമാണ് കോൺഗ്രസ്. ഇത്രമാത്രം ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് ഈ വാർത്ത അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ഡൽഹി പോലും സംശയിച്ചപ്പോൾ പരിഭവമില്ലാതെ, പരാതിയില്ലാതെ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയത്. മന്ത്രിസ്ഥാനത്തും അദ്ദേഹത്തിൻ്റെ പേര് കേട്ടു. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മന്ത്രിയല്ല എന്ന വാർത്തയും വന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം രാഷ്ട്രീയത്തിലുണ്ടാകുന്ന എല്ലാ ഇത്തരത്തിലുള്ള സംഭവങ്ങളെയും വളരെ സമചിത്തതയോടുകൂടി, വളരെ സഹിഷ്ണുതയോടുകൂടി നേരിടാനുള്ള ഒരു അസാധാരണമായ വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം വലിയ നിർണായകമായ സംഭാവനകൾ നൽകിയ അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ്സിന് എപ്പോഴും അനുരഞ്ജനത്തിൻ്റെ മാർഗം ആലോചിക്കുമ്പോൾ ആദ്യമായി അതിന് നിയോഗിക്കപ്പെടുന്നത് തെന്നല ചേട്ടനെയായിരുന്നു. തെന്നല കമ്മിറ്റി എന്നുള്ളത് കോൺഗ്രസ്സിലെ ഒരു പ്രയോഗമായി മാറി. എല്ലാവർക്കും സ്വീകാര്യനായ, സമാദരണീയനായ അദ്ദേഹത്തിൻ്റെ നഷ്ടം കോൺഗ്രസ് പ്രവർത്തനത്തിന്, കോൺഗ്രസ് തറവാടിനൊരു വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.